നിലവിലുള്ള സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ സ്വയംഭരണം നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നല്ലാതെ സമ്പൂർണ്ണ സംസ്ഥാന പദവി ലഡാക്കിന് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ വാങ്ചുങ്ങിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള അവിടുത്തെ NGOയും ആ NGO അദ്ദേഹം 15 ദിവസമായി നിരാഹാരത്തിലാണ്. അദ്ദേഹം നിരാഹാരം പിൻവലിച്ചു കഴിഞ്ഞു. മാത്രമല്ല യഥാർത്ഥത്തിൽ ലഡാക്കി ജനതയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവിടെ അതിക്രമം ഉണ്ടായത്. അതുകൊണ്ട് ഈ നോൺസെൻസ് ഉടനെ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ എക്സ് പോസ്റ്റിൽ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ 4 ആളുകളുടെ മരണത്തിലേക്കും വലിയ സംഘർഷത്തിലേക്ക് നയിച്ച ഒരു സംഭവം ഇതിന്റെ തുടർച്ചയായിട്ടുണ്ടായി. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗമായിട്ടിരുന്ന ലഡാക്ക് ഇന്ന് ഒരു സ്വതന്ത്രമായ കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടുത്തെ 2 സംസ്കൃതികൾ വളരെ സജീവമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു നിശ്ചിത അളവ് മുസ്ലിം സാന്നിധ്യം അവിടെയുണ്ട്. അതേസമയം ലഡാക്കിന്റെ ഉൾഗ്രാമങ്ങളും പ്രദേശങ്ങളുമെല്ലാം ഒരു ബൗദ്ധ സംസ്കൃതിയുടെ ഭാഗമായി നിൽക്കുന്ന പ്രദേശമാണ്. ലിറ്റിൽ ടിബറ്റ് എന്ന പേരിലാണ് ആ പ്രദേശം അറിയപ്പെടുന്നത് പോലും. അപ്പോൾ ഈ ലഡാക്കിന്റെ ഭാഗമായിരുന്ന അസ്കായി ചീൻ പ്രദേശം ഏകദേശം 36,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ആ പ്രദേശം ചൈന 1962 യുദ്ധത്തിൽ പിടിച്ചെടുത്തതാണ്. ഈ മുഴുവൻ ലഡാക്കിന് മേലെയും ചൈന അതിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രവുമല്ല ലഡാക്കിന്റെ അതിർത്തി പ്രദേശം, ലഡാക്കും ചൈനയും തമ്മിൽ അതിർത്തിയിൽ വരുന്ന ഈ 5 ഫിംഗേഴ്സ് മേഖലയിൽ ആണ് ഗൽവാൻ സംഘർഷമൊക്കെ ഉണ്ടായത് എന്ന് നമുക്കറിയാം. മാത്രവുമല്ല പാങ്ഗോങ് ലേക്ക് ഒരു ഭാഗത്ത് ഈ ലഡാക്കിന്റെ ഭൂപരിധിയിൽ വരുന്ന ഒരു വലിയ ലേക്കാണ് പാങ്ഗോങ് ലേക്ക്. പാങ്ഗോങ് ലേക്കിന്റെ 60% ഇപ്പോൾ ചൈനയുടെ നേതൃത്വത്തിലാണ്. 40% മാത്രമാണ് ഭാരതത്തിന്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറിയായ ലഡാക്കുമായി അതിർത്തി പങ്കെടുക്കുന്ന ചൈനീസ് പ്രദേശങ്ങളിൽ ഇപ്പോഴും അന്താരാഷ്ട്ര അതിർത്തി ഇല്ല. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണ്. പലപ്പോഴും ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അതിലംഘിച്ച് ചൈന ഇൻകേർഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് അവിടെ. അത്തരത്തിലുള്ള ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി സംബന്ധിച്ച വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം സമീപകാലത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം ഈ കാശ്മീർ വാലിയിൽ നിന്ന് ലഡാക്കിന്റെ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് സിൻജുവാങ് പ്രോവിൻസിലെ ഉയ്ഗൂർ മുസ്ലിം തീവ്രവാദ സംഘവുമായി ബന്ധപ്പെട്ട് ഈ ലഡാക്ക് മേഖലയിലേക്കും അതിർത്തി കടന്ന ഭീകരത കയറ്റി അയക്കാനുള്ള ശ്രമം സജീവമായി നടക്കുന്നു. ഇത് സംബന്ധിച്ച് ധാരാളം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ലഡാക്കിന്റെ ഭാഗമാണ് കാർഗിൽ ഡിസ്ട്രിക്ട്. അപ്പോൾ കാർഗിൽ നഗരം കേന്ദ്രീകരിച്ചും പിന്നീട് ലഡാക്കിന്റെ തലസ്ഥാനമായ ലേ കേന്ദ്രീകരിച്ചും അസ്വസ്ഥരായ ചില ചെറുപ്പക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുവാനും അവരെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ആശയപ്രചരണം നടത്തി ഇന്ത്യ വിരുദ്ധ വികാരം ഉണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ കാശ്മീർ വാലിയിൽ അതിർത്തി കടന്ന ഭീകരത അതിശക്തമായി ഇന്ത്യ നേരിടാൻ തുടങ്ങിയതോടുകൂടി ബദൽ മാർഗങ്ങളിലേക്ക് പലപ്പോഴും തീവ്രവാദികൾ തിരിഞ്ഞിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ ചൈനയുടെ ഭാഗമായിട്ടുള്ള സിൻജിയാങ് പ്രോവിൻസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഉയ്ഗൂർ മുസ്ലിമുകളുടെ തീവ്രവാദ സംഘങ്ങൾ, അവരെ കത്തി സംഘങ്ങൾ എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുക. ഒരു ഗ്രാമങ്ങളിലേക്കോ അല്ലെങ്കിൽ നഗരത്തിലേക്കോ കടന്നു വന്ന് കത്തി ഉപയോഗിച്ച് കുറെ ആളുകളെ വധിച്ചതിന് ശേഷം മടങ്ങുക, ആ രീതിയിലുള്ള ഒരു പ്രത്യേകതരം മോഡസ് ഓപ്പറാൻഡി ഒക്കെയാണ് അവർക്കുള്ളത്. ചൈനയാണെങ്കിൽ അതിക്രൂരമായ അടിച്ചമർത്തലാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയുമായി ലിങ്ക് ചെയ്ത് ചില തീവ്രവാദ സംഘങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ലഡാക്ക് കേന്ദ്രീകരിച്ച്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുള്ള ചില ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇത് വളരെ വലിയ സംഘർഷം ഉണ്ടാകുകയും 4 പേർ ഇതിനകം മരണപ്പെടുകയും ചെയ്തതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരേ സമയം ലഡാക്കി ജനതയ്ക്ക് കൂടുതൽ സ്വയംഭരണത്തിനുള്ള ആവശ്യം അവരുടെ സ്വാഭാവികമായ ആവശ്യമാണ്. ഒരു പൂർണ്ണ സംസ്ഥാന പദവിയുള്ള ഒരു പ്രദേശമായി മാറാനും ഉള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആവശ്യങ്ങളോട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ ഭരണകൂടത്തിന്റെയും വ്യവസ്ഥയ്ക്കകത്തു നിന്നുകൊണ്ട് പരമാവധി സ്വയംഭരണവും സ്വാതന്ത്ര്യവും ഒക്കെ കിട്ടുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം. ഇപ്പോഴും ലഡാക്കിലെ ഒരു ജനതയും അവര് ഇന്ത്യ വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിശക്തമായി അവർ ഇന്ത്യയുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതേസമയം ഭാരതത്തിന്റെ ഭാഗമായി കൂടുതൽ സ്വയംഭരണം അവർ ആഗ്രഹിക്കുന്നുണ്ട്. സംസ്ഥാന പദവിയും അവരുടെ ആഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത്തരം അഭിലാഷങ്ങളെ സാധിക്കുന്ന രീതിയിൽ ഡൽഹി
കാണുകയും അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുകയും ചെയ്യണം. അപ്പൊ ഇത്തരം ആഗ്രഹങ്ങളെ ചില സോഷ്യൽ മീഡിയയിലൂടെ ഹേറ്റ് ക്യാമ്പയിനാക്കി മാറ്റി ഇന്ത്യ വിരുദ്ധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവിടെ സംഘർഷ കലുഷിതമാക്കാനുള്ള ശ്രമം തീവ്രവാദ സംഘങ്ങൾ നടത്തുന്നുണ്ട്. അതാണ് വളരെ സമാധാനപരമായി 15 ദിവസം നിരാഹാരം അനുഷ്ഠിച്ച വാങ് ചുങ്ങിന്റെ സമരം. അത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമരമായിരുന്നു. ആ സമരത്തെ വളരെ പെട്ടെന്ന് ഒരു അക്രമത്തിലേക്ക് നയിക്കാൻ ഇത്തരത്തിലുള്ള സംഘങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലഡാക്ക് ജനതയുടെ ആവശ്യം വളരെ ന്യായമാണ്. അതിനോട് പോസിറ്റീവായി ഇന്ത്യ പ്രതികരിക്കുക തന്നെ വേണം. പക്ഷേ ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളെ മുൻനിർത്തി അവിടെ സംഘർഷമുണ്ടാക്കാനും തീവ്രവാദം വളർത്താനുള്ള ശ്രമങ്ങളെ ശക്തമായി നേരിടുകയും വേണം. അതോടൊപ്പം ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശം എന്ന് മാത്രമല്ല, നിരന്തരമായി ചൈനീസ് ഇൻകർഷൻ ഉണ്ടാവുകയും ചൈന പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുകയും ചൈനയുടെ ഭാഗമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ലഡാക്ക്. മാത്രമല്ല, ലഡാക്കിന്റെ അക്സായി ചിൻ പ്രദേശം അവർ ഓൾറെഡി പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ സവിശേഷമായ പ്രാധാന്യം ഈ പ്രദേശത്തിനുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ സാന്നിധ്യവും സവിശേഷമായ അധികാരങ്ങളും അവിടെ ഇല്ല എങ്കിൽ ഒരുപക്ഷെ ഈ ചൈനയുടെ ഇടപെടലുകൾ കൂടുതൽ ശക്തിപ്പെടാനും സാധ്യതയുണ്ട്. ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള ജനാധിപത്യപരമായ മാർഗങ്ങളിലേക്ക് അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്ക് വരുവാൻ ഇന്ത്യക്ക് കഴിയുകയുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.